ഓം ശാന്തി. ജീവിതത്തിൽ എന്നും മുന്നോട്ട് തന്നെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, തോൽക്കാതെ ജയിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മളെ തന്നെ സദാസമയത്തും ഊർജ്ജസ്വലരാക്കി വെക്കുക എന്നുള്ളതാണ്. സാഹചര്യങ്ങൾ പലപ്പോഴും പലർക്കും മാറി മറിയാറുണ്ട്. ഒരുപക്ഷെ നമുക്കെല്ലാം കൊണ്ടും മനസ്സിന് സന്തോഷവും ശരീരത്തിന് ആരോഗ്യവും നല്ല സാഹചര്യമുള്ള സമയമായിരിക്കും. അപ്പോൾ നമ്മൾ നല്ല ഉന്മേഷത്തിലും ഉത്സാഹത്തിലുമാണ്, ഊർജ്ജസ്വലരാണ്. മറ്റേതെങ്കിലും സമയത്ത് അന്തരീക്ഷം കുറച്ച് മോശമാവുന്നു, ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറയുന്നു, അപ്പോഴത്തേക്ക് നമ്മൾ ഡൗൺ ആയി പോകുന്നൊരവസ്ഥ വന്നാൽ, മറ്റുള്ളവർക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ നിങ്ങളെ ഒന്ന് ഡൗൺ ആക്കണം തോന്നിയാൽ ആ രീതിയിലുള്ള വാക്കുകൾ കൊണ്ട് നിങ്ങൾ ഡൗൺ ആക്കിയിട്ട് അവർ മുന്നോട്ട് പോയിട്ടുണ്ടാവും. പ്രത്യേകിച്ചും ഈ കലിയുഗമാണ്. മത്സരത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. രണ്ടു കൂട്ടരും ഒരുപോലെ നന്നായി മുന്നോട്ട് പോയിട്ട് സന്തോഷിക്കുന്നതിനേക്കാൾ പകരം അവരില്ലാണ്ടായിട്ട് ഞാൻ മുന്നോട്ട് പോവട്ടെ എന്നാഗ്രഹിക്കുന്നതായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലായിപ്പോയി നമ്മളൊക്കെ ജീവിക്കുന്നത്. അതിനൊരു കാര്യം ഉറപ്പിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ എല്ലാവരും ഒരേപോലെയാണെങ്കിൽ, ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ അനുഭവത്തിൻ്റെ ആധാരത്തിൽ ഞാൻ നിങ്ങളടുത്ത് പറയാം, നമ്മളുള്ള ഒരു കൂട്ടം എപ്പോഴും ഒരേ സ്റ്റാൻഡേർഡിലും ഒരേ ലെവലിലുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ആരുടെയും പ്രത്യേകിച്ചൊരു അസൂയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ ആ കൂട്ടത്തിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുന്നു എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് നിങ്ങൾക്ക് എഗെയിൻസ്റ്റായിട്ട് വിരൽ ചൂണ്ടാനുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ക്നെസ് എന്തെന്ന് കണ്ടിട്ട് അവിടെ ഒന്ന് കുത്തി മുറിവേൽപ്പിച്ചിട്ട് നിങ്ങളെ ഒന്ന് ഡൗൺ ആക്കാൻ ശ്രമിക്കുന്നവരുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും വെച്ച് കാലൊന്ന് വലിക്കാനൊരു ചാൻസ് കിട്ടിയാലും അത് വലിക്കാൻ നോക്കുന്നവരുണ്ടാവാം. ഇതൊക്കെ കലിയുഗത്തിൻ്റെ പാർട്ടാണ്. അവരെന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തേ, ഇവരെന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, ഞാനിപ്പോൾ എന്ത് തെറ്റാ ചെയ്തേ, ഇങ്ങനൊരു 100 കൂട്ടം ചോദ്യം ചോദിക്കുന്നത് വ്യർത്ഥമാക്കിക്കൊണ്ട് നമ്മുടെ സമയവും സങ്കല്പവും ഊർജവും നഷ്ടപ്പെടുത്താമെന്നല്ലാതെ യാതൊരു കാര്യവും അതിനില്ല. അതുകൊണ്ട് മുന്നോട്ട് പോകണോ, തീർച്ചയായിട്ടും നമ്മളെ ശക്തരാക്കിയേ പറ്റൂ. ശാരീരികമായിരിക്കുന്ന ശക്തി അവശ്യമാണ്, അത് വേണ്ടാന്ന് ഞാൻ പറയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ അടുത്തും ഞാൻ റിക്വസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കുറച്ച് സമയം ദിവസത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 10-15 മിനിറ്റെങ്കിലും നിങ്ങൾ വ്യായാമത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം സർക്കുലേഷൻ നോർമലായി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിന് വേണ്ടതായിരിക്കുന്ന ഓക്സിജൻ കിട്ടുകയും ആ ഓക്സിജൻ്റെ പ്രോപ്പർ സപ്ലൈ ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങളെ കുറേയും കൂടെ സമാധാനത്തോടെ നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും, ആളുകളുടെ പ്രഷർ, ഫിസിക്കലാണ് പ്രഷർ, അത് കൂടുന്നതിനനുസരിച്ച് അവർക്ക് മനസ്സിൻ്റെ മേലെ കൺട്രോൾ ഇല്ലാതായി സംസാരിക്കുന്നതും പെരുമാറുന്നതും ഡിസ്റ്റർബ്ഡ് ആവുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ വയറുവേദനയായിരിക്കാം. വയറുവേദന മാക്സിമം വരുമ്പോൾ അത് മനസ്സിനെ എന്താ ബാധിക്കേണ്ടതെന്നുണ്ട്, ബ്രെയിനിലേക്ക് എന്താ ഓക്സിജൻ കിട്ടുന്നില്ലേ, പക്ഷേ ഉണ്ടാകുന്നത് വയറുവേദനയാണ്, മൂഡ് ഡിസ്റ്റർബ്ഡ് ആവും. കാലുവേദനയാണ്, മൂഡ് ഡിസ്റ്റർബ്ഡ് ആവും. അതുകൊണ്ട് ശരീരത്തിന് ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തി മൈൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഘടകമാണ്. ഹെൽത്തി ആയിരിക്കുന്ന ബോഡിയുടെ ഉള്ളിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു മൈൻഡ് ഉണ്ടാവുന്ന ഉറപ്പ് ഞാൻ പറയില്ല, അല്ലാത്തതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു 90% വരെ നമ്മളെ സഹായിക്കാൻ പറ്റുന്നൊരു ഘടകമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെറുപ്പക്കാരാണ്, ശരീരത്തിൽ ഫാറ്റൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ വ്യായാമം ചെയ്യേണ്ടെന്ന് വിചാരിക്കരുത്. സർക്കുലേഷൻ്റെ ഫ്ലോ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന ബ്ലഡ് സർക്കുലേഷൻ വരെയും അത് നമ്മുടെ ബ്രെയിനിന് വേണ്ട ഓക്സിജൻ കൊടുക്കുകയും കാര്യങ്ങളെ പ്രോപ്പർ രീതിയിൽ ചിന്തിക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ശാരീരിക ശക്തിയും ആവശ്യമാണ്. ഒരിക്കലും ശരീരത്തിൻ്റെ വ്യായാമം ശരീരത്തിനെ ഹെൽത്തി ആക്കുന്നത് അനാവശ്യമായൊരു ഘടകമല്ല. പക്ഷെ അതുകൊണ്ട് മാത്രം എല്ലാതുമായോ? ഒരിക്കലുമില്ല. നല്ല സ്ട്രോങ് ആയിട്ട് ബോഡി ബിൽഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഒരു ചെറിയ കാര്യം വരുമ്പോഴേക്കും പൊട്ടിത്തെറിച്ചുകൊണ്ട് വിഷമിച്ച് എല്ലാം തല്ലി തകർക്കുന്നതും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ശക്തി ശരീരത്തിന് വേണ്ടതിനേക്കാൾ എത്രയോ അധികം അനിവാര്യമായിരിക്കുന്ന ഘടകമാണ് മനസ്സിനെ ശക്തിശാലിയായിരിക്കുന്ന ഒരു മനസ്സാക്കുക എന്നുള്ളത്. അത് മനസ്സിനെ ശക്തിശാലിയാക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിനെ ശ്രദ്ധിച്ചേ പറ്റൂ, അല്ലാതെ മനസ്സൊരിക്കലും ശക്തിശാലിയാവില്ല. അതെങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോട്ടെ, എന്ത് ചിന്തിക്കുന്നു അത് ചിന്തിക്കട്ടെ എന്ന് അതിന് അലസമായി അനാഥമായിട്ട് അലയാൻ വിട്ടാൽ അതെല്ലാ വേണ്ടാത്ത സാധനങ്ങളും എടുത്തുകൊണ്ട് വന്നുകൊണ്ട് ഒരു ദിവസത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും നിങ്ങളുടെ എനർജി ലോസാക്കും. ഉറങ്ങി ഉണരും, പിന്നെയും നമ്മുടെ എനർജി വരും. അതുകൊണ്ട് അവനവൻ്റെ മനസ്സിനെ ശക്തമാക്കാൻ ഒന്നുകിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ വിധിയാവാം, നാമജപത്തിൻ്റെ വിധിയാവാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള എൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്. ഭഗവാന്റെ ഓർമ്മയിൽ സർവശക്തനായിരിക്കുന്ന പരമാത്മ, ഈ പ്രപഞ്ചനാഥനായിരിക്കുന്ന ഈശ്വരൻ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ഭഗവാൻ, രചയിതാവായിരിക്കുന്ന ഭഗവാൻ, സർവ്വഗുണങ്ങളുടെയും
സർവ്വശക്തികളുടെയും സാഗരവുമായിരിക്കുന്ന ഈശ്വരനുമായിക്കൊണ്ട് അരമണിക്കൂർ സമയം സൈലൻസിൻ്റെ മാധ്യമത്തിലൂടെ ഭഗവാനുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ, ആ ഊർജ്ജം നമ്മളിലേക്ക് വലിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ തളർത്താൻ ആർക്കും സാധ്യമല്ല. 99% സാഹചര്യങ്ങളും ജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ ഉറപ്പിച്ച് മനസ്സിലാക്കുക. മനസ്സിനെ ശക്തിശാലിയാക്കേണ്ടത് അനിവാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും എല്ലാവരുടെ അടുത്തും ഇത് കൊട്ടിഘോഷിക്കാൻ പോകരുത്. നിങ്ങളുടെ വിജയങ്ങളെ, നിങ്ങളുടെ സന്തോഷങ്ങളെ സന്തോഷത്തോടു കൂടെ മാത്രം കാണുന്നവരാണ് ലോകം എന്ന് വിചാരിക്കരുത്. നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ, കൊച്ചു കൊച്ചു അച്ചീവ്മെൻറ്റ്സിന്, ഇതൊക്കെ ഈ കാലഘട്ടം അങ്ങനെയാണല്ലോ. നമ്മൾ ഉടനെ സ്റ്റാറ്റസ് ആക്കി, അല്ലെങ്കിൽ ഫേസ്ബുക്കിലിട്ടു, ഇൻസ്റ്റയിലിട്ടു, ഇങ്ങനെ നമ്മുടെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളെയൊക്കെ ലോകത്തിന് വേണ്ടി പങ്കുവെച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും കയ്യടി നേടും, ലൈക്ക് നേടുമെന്ന് വിചാരിക്കരുത്. ആ ലൈക്കിൻ്റെ ഒപ്പത്തിനൊപ്പം കുറേ അസൂയയും വന്നേക്കാം. അതുകൊണ്ട് പേഴ്സണലായിരിക്കുന്ന മുഹൂർത്തങ്ങൾ പേഴ്സണലായി തന്നെ ഇരിക്കട്ടെ. പബ്ലിക് ആയിരിക്കുന്ന ഒരു സംഗതിയാണോ നിങ്ങളുടെ ലൈഫിൽ, ഒരു സർവീസ് ആണോ, അല്ലെങ്കിൽ ഒരു അത്തരത്തിലൊരു അച്ചീവ്മെൻറ്റ്സ് ആണോ, എല്ലാവരും കണ്ടോട്ടെ. പക്ഷെ നമ്മുടെ പ്രൈവറ്റ് ആയിരിക്കുന്ന സന്തോഷങ്ങളെങ്കിലും അത് പ്രൈവറ്റായി തന്നെ വെക്കാൻ വേണ്ടിക്കൊണ്ട് ശ്രദ്ധിക്കണം. അത് വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു ഘടകമാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മളെ തന്നെ ഇന്നലത്തേക്കാൾ കുറച്ചുകൂടെ നന്നായിട്ട്, ഇന്നലെ ഞാൻ എന്താണോ ചെയ്തു വന്നത് ആ ചെയ്തു വന്നതിനേക്കാൾ കുറച്ചുകൂടെ ഒരു പോയിൻ്റെങ്കിലും എൻ്റെ ലക്ഷ്യത്തിലേക്ക്, എൻ്റെ ഗോളിലേക്കുള്ളതായിരിക്കുന്ന യാത്രയിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു സ്വപ്നം നേടിയെടുക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇന്നലെ ഞാൻ ചെയ്തതിനേക്കാൾ 0.001% ആയാലും കുഴപ്പമില്ല, അത്രയ്ക്കെങ്കിലും ഇന്ന് എന്നിൽ നിന്ന് മുന്നോട്ടുള്ള കാര്യം വെച്ചിട്ടുണ്ടായിരിക്കണം. 2 അടി മുന്നോട്ടും 4 അടി പിന്നോട്ടും ആയാൽ നമ്മൾ പിന്നോട്ടേ പോകുള്ളൂ, അല്ലാതെ മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് ചിലപ്പോൾ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നേക്കാം, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞേക്കാം, നെവർ മൈൻഡ് ആക്കൂ. ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി, മുന്നോട്ട് ഇന്നലത്തേക്കാൾ 0.01% എങ്കിലും മുന്നോട്ട് വയ്ക്കാം. അതനുസരിച്ച് നമുക്ക് പ്ലാൻ ഉണ്ടാക്കണം, ചെക്ക് ചെയ്യണം. നമ്മളെ തോൽപ്പിക്കേണ്ടത് മറ്റാരുമല്ല. ഇത് ഒരേ പാത്തിൽ പോകുന്ന 1000 പേരുണ്ടെങ്കിലും നിങ്ങൾ 1000 പേരെ നോക്കരുത്. ഇന്നലത്തെ ഞാൻ എൻ്റെ വിജയത്തിന് ഇന്ന് എനിക്ക് തോൽപ്പിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി. പലപ്പോഴും കാണാറുണ്ട് സ്പോർട്സിലൊക്കെ അവരുടെ റെക്കോർഡ് അവർ തന്നെ തകർത്തു എന്നതായിട്ടുള്ള മെസ്സേജ്. ദിവസവും നിങ്ങളുടെ റെക്കോർഡിനെ നിങ്ങൾ തകർക്കാൻ വേണ്ടി കൊണ്ട് മുന്നോട്ട് പോകണം. അതിനുള്ള പ്ലാൻ ഒരുക്കണം, അതിനുള്ള മനഃശക്തി ഉണ്ടാക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. എങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. ഇന്നലത്തേക്കാൾ ഞാൻ ഇന്ന് മുന്നോട്ട് വന്നു, ഇന്നലത്തെ എൻ്റെ റെക്കോർഡ് ഞാൻ ഇന്ന് ഭേദിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടെങ്കിൽ, നിങ്ങൾ എവിടം വരെ എത്തി ഇത്രയൊക്കെ ഓടിയിട്ട് എന്ന് ഒരു പക്ഷേ നിങ്ങളെ തളർത്താൻ വേണ്ടി ആര് ചോദിച്ചാലും നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഉത്തരം കൊടുക്കും. ഇന്നലത്തേക്കാൾ ഞാൻ ഇന്ന് ബെറ്ററാണ്, നാളെ ഇതിനേക്കാൾ ബെറ്റർ ആവും, ഞാൻ ഒരു ദിവസം എൻ്റെ ലക്ഷ്യത്തിലെത്തും എന്ന് പറയുക തന്നെ ചെയ്യും. പിന്നെ ഒരു കാര്യം, തോൽവി ഒരിക്കലും ആരുമായിട്ട് ഷെയർ ചെയ്യാനേ പോകണ്ട. കാരണം എന്താണെന്നറിയോ, നിങ്ങളൊരു പക്ഷെ 99% ജയിച്ചിട്ട് 1% ആയിരിക്കാം തോറ്റിട്ടുണ്ടായിരിക്കുക. ആ 1% വെച്ച് ആഘോഷിക്കാനാണ് ലോകത്തിന് സന്തോഷം ഉണ്ടായിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തോൽവിനെ സൈലൻസിലൊരു സ്റ്റാപ്ലർ അടിക്കൂ, അല്ലെങ്കിൽ ഒരു സീൽ ചെയ്യൂ. എന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഏതെങ്കിലും സമയമെടുത്ത് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ആ സന്ദർഭത്തിന് വിശകലനം ചെയ്യുക. നിങ്ങൾ തന്നെ നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക. നിങ്ങളുടെ ഉള്ളിൽ അഥവാ എന്തെങ്കിലും ഒരു ആ കാര്യം എന്തുകൊണ്ട് സംഭവിച്ചു, എന്താ ആ സമയത്ത് എനിക്ക് തോൽവി ഉണ്ടായത് എന്ന് വിശകലനം ചെയ്യുകയും അതിന് വേണ്ടതായിരിക്കുന്ന സൊല്യൂഷൻ സ്വയം കണ്ടെത്താൻ വേണ്ടി നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ റെഫർ ചെയ്തോ, പഠിക്കണമെങ്കിൽ പഠിച്ചോ. വലിയ കാര്യങ്ങളൊക്കെയാണോ ഒരുപാട് റെഫർ ചെയ്ത് പഠിക്കേണ്ടി വരും. ഡെയിലി റൂട്ടീൻ ലൈഫിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണോ നമുക്ക് നമ്മളെ ഒരു ഡിറ്റാച്ച്ഡ് ഒബ്സർവർ ആയിക്കൊണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം എവിടെയാണ് ഞാൻ പിഴച്ചു പോയതെന്ന്. അതിന് സൊല്യൂഷൻ കണ്ട് മുന്നോട്ട് പോകണം. ഇത്തരത്തിൽ ദിവസവും രാത്രിയിൽ അവനവനെ പരിശോധിക്കാനും അതിനുശേഷം നാളേക്കുള്ളതായിരിക്കുന്ന ബെറ്റർ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാനായിട്ട് സാധ്യമല്ല. മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, എപ്പോഴും എല്ലാ കാര്യത്തിലും എല്ലാ വിജയങ്ങളും എല്ലാ പരാജയം ഒരിക്കലും പരാജയമല്ല. ഒരിക്കലും തെറ്റുപറ്റാത്ത ഒരാൾക്ക് ജയിക്കാൻ സാധിച്ചിട്ടേയില്ല. നിങ്ങൾ നോക്കിയോളൂ, ഇന്നത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരെന്ന് പറയുന്നവരിൽ പലരും ജീവിതത്തിൽ ഏറ്റവും താഴ്ന്ന തട്ടിൽ വരെ തോറ്റ ശേഷം ജയിച്ചു വന്നവരാണ്. അതുകൊണ്ട് തോൽവി ഒരിക്കലും തോൽവിയല്ല, ജയമാണ്. ആ ജയത്തിനെ ജയമായി കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് സന്തോഷം തന്നുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പരമാവധി, ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ സംസാരിച്ചു കൊണ്ടിരിക്കും,
മറ്റുള്ളവർ അവരെന്തൊക്കെയോ പറഞ്ഞു, എന്താ പറഞ്ഞേ, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഞാനുമായിട്ട് ഇൻഡിവിജ്വലി അറ്റാച്ച് ചെയ്യുന്നൊരു കാര്യമാണെങ്കിൽ അതെന്താ പറഞ്ഞതെന്ന് ചോദിക്കും. ബാക്കിയൊക്കെ ആര് പറഞ്ഞു ആര് കേട്ടു എന്നായിരിക്കും. അതുകൊണ്ട് അധിക സംസാരം ഒരിക്കലും നമുക്ക് സന്തോഷം തരില്ല, ഒരിക്കലും നിങ്ങൾക്ക് ആദരവ് തരില്ല. അതുകൊണ്ട് ആവശ്യത്തിന് സംസാരിക്കുകയും കുറച്ച് സംസാരിക്കുകയും ബാക്കി നമ്മുടെ ഊർജ്ജത്തെ സേവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതായിരിക്കുന്ന കാര്യം. നമ്മുടെ ഊർജ്ജം നമുക്ക് ഉപയോഗിക്കാം, മുന്നോട്ട് പോകാം, നമുക്ക് സഹായം വേണമെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാം. അല്ലാതെ വെറുതെ സംസാരിക്കുന്നവരായി തീരരുത്. അവശ്യം സംസാരിക്കുക. നിങ്ങൾക്കിനി എന്തെങ്കിലും മനസ്സിനെ വിഷമിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന ആരോടെങ്കിലും പറഞ്ഞ് തീരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ഈശ്വരനെ മുന്നിൽ കാണ്. ആരോടും ചതിക്കാത്ത, ആരെയും പരിഹസിക്കാത്ത, ഒരു വിധത്തിലും നിങ്ങൾ തളർത്താതെ നിങ്ങൾക്ക് ശക്തി തരുന്ന ഭഗവാനെ കണ്ടുകൊണ്ട് ഒരു പേപ്പർ എടുത്ത് ആ കാര്യം, ഇനിയിപ്പോൾ ഉണ്ടായ കാര്യത്തിന് രാത്രി വരെ കാത്തുക്കണമെന്നൊന്നുമില്ല. എപ്പോഴാണോ നിങ്ങൾക്ക് ഉണ്ടായത് എനിക്ക് താങ്ങുന്നില്ല എന്ന് തോന്നുന്നത് ആ നിമിഷം പേപ്പറിൻ്റെയും പെന്നിൻ്റെയും സഹായത്തോടെ ഹൃദയത്തിലെ എല്ലാ ഫീലിങ്സും നിങ്ങൾ അതിൽ എഴുതി തീർത്തോളൂ. അത് കഴിഞ്ഞ ശേഷം ഭഗവാനെ ഏൽപ്പിച്ചു കഴിഞ്ഞ് നിങ്ങൾ നോക്കി നോക്കിയേ മനസ്സ് ശാന്തമായിട്ടുണ്ടാവും. അത്രയ്ക്ക് പോലും ആരോടും പറയാൻ പോവാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത്തരം കൊച്ചു കൊച്ചു നിങ്ങളുടെ തോൽവികളെ നിങ്ങൾക്ക് സമയത്തുള്ള കുത്തായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വന്നേക്കാം. അതുകൊണ്ട് വിശകലനം ചെയ്തോ, പഠിച്ചോ, ഭഗവാനോട് സംസാരിച്ചോളൂ, ഫുൾ സ്റ്റോപ്പ് ഇട്ടോളൂ. ഒരു കാര്യം കൂടി, ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് എന്നെ മറ്റുള്ളവർ അതിനെ ആദരിക്കണം എന്നുള്ളതായിരിക്കുന്ന, അവരോട് അവാർഡ് ചോദിക്കുന്ന പോലെ, ഇത് ഞാൻ ചെയ്തതാണ് കേട്ടോ, ഇത് ഞാൻ ചെയ്തതാണ് കേട്ടോ, നോക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ഇന്നതൊക്കെ ചെയ്തു കേട്ടോ, അതൊക്കെ ചെയ്തു കേട്ടോ, നിങ്ങൾ കണ്ടോ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു. പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചു പറ്റാൻ വേണ്ടിക്കൊണ്ട് നമ്മളൊന്നും ചെയ്യണ്ട. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കെ നിങ്ങളെ കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു സമയം വരുമ്പോൾ അവർ നിങ്ങളുടെ മഹിമ പാടട്ടെ, നിങ്ങൾ സ്വയം മഹിമ പാടിക്കൊണ്ട് നമ്മുടെ ആദരവിനെ കുറയ്ക്കരുത്. ആദരവ് ഒരിക്കലും ചോദിച്ചു വാങ്ങേണ്ടതല്ല, അത് കൊടുക്കാനുള്ളതാണ്. കൊടുക്കും തോറും അതിൽ ഇരട്ടിയായിട്ട് തിരിച്ചു വരുന്നതാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ 1% കൊടുത്തു 2% എനിക്ക് കിട്ടണമെന്ന് വിചാരിക്കരുത്. കൊടുക്കാനുള്ള സാധനം കൊടുത്തുകൊണ്ടേയിരുന്നോളൂ, അത് പല മടങ്ങായി തിരിച്ചു വന്നോളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യാമെങ്കിൽ ഒരിക്കലും തകർന്ന മനസ്സോടെ ഇരിക്കേണ്ടി വരില്ല, നിങ്ങൾക്ക് തളർന്നിരിക്കേണ്ടതായിട്ട് വരില്ല. ഇന്നലത്തേക്കാൾ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചുകൊണ്ട് നിങ്ങളുടെ സ്വപ്നത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.